ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിമ്പിൾ ഹെൽത്തി പാൻകേക്കാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. എല്ലാ വീടുകളും സാധാരണയായിട്ട് ഉണ്ടാവാറുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ചെയ്യാനായിട്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. മാത്രമല്ല ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റിയൊരു പാൻകേക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്തി പാൻകേക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി പഴുത്ത ഏത്തപ്പഴമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്, കളയേണ്ട ആവശ്യമില്ല. പഴുത്ത ഏത്തപ്പഴമൊക്കെ ഈ കറുത്ത തൊലിയൊക്കെ ആയിരിക്കുന്നത് കുട്ടികൾക്ക് തിന്നാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇത് കഴിക്കും. അത്രയും രസമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പഴമെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു തവ എടുക്കാം. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒന്ന് തൂവി കൊടുക്കുക. അത് മൊത്തത്തിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. അതിൻ്റെ സൈഡിലേക്ക് ആവുന്ന രീതിയിൽ നമുക്ക് ഈ നെയ്യ് ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ തവയിലേക്ക് കുറച്ച് പഞ്ചസാര മൊത്തത്തിലൊന്ന് തൂവി കൊടുക്കാം. നമ്മളുണ്ടാക്കുന്ന പാൻ കേക്ക് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ പഞ്ചസാര ഇങ്ങനെ തൂവി കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഒന്ന് നിരത്തി കൊടുക്കാം. ഈ പഴം എല്ലാം നിരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ആ കോഴിമുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചിടാം. നന്നായി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ പഴുത്ത പഴം ഇതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തത്. ഇപ്പോൾ അധികം പഴുക്കാത്ത പഴമൊക്കെയാണ് നിങ്ങൾ ചെയ്യാനെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂട്ടി കൊടുക്കാവുന്നതാണ്. നമുക്ക് മധുരം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് 1 ഗ്ലാസ് പാലാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന മാവിൻ്റെ അളവനുസരിച്ച് നമ്മൾ പാല് കൂട്ടി കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട നല്ലതുപോലെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന തവ എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒരു 1/2 ഇഞ്ച് കനത്തിലാണ് പഴം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പഴത്തിൻ്റെ ഒപ്പത്തിന് മാവ് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് സ്റ്റൗവിലേക്ക് വയ്ക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മൈദയും മുട്ടയും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. നമുക്കിത് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തിയോ പപ്പടക്കോലോ എന്തെങ്കിലും വെച്ച് നമുക്കിതൊന്ന് വേവ് കറക്റ്റായോ എന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ തവയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. തവയിലേക്ക് ഇടുന്നതിന് മുന്നേ ഈ പാനിലേക്ക് കുറച്ചും കൂടി നെയ്യ് തൂവി കൊടുക്കുക. കുറച്ച് പഞ്ചസാരയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്കായതിന് ശേഷം നമുക്കിത് ഇറക്കി ഒരു പ്ലേറ്റിലേക്ക് പകർത്തി കൊടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ല ചൂടോടെ തന്നെ നല്ല സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഒരു പാൻ കേക്കാണ്, നല്ല ഹെൽത്തിയാണ്.
നമ്മുടെ വീട്ടിൽ ഏത്തപ്പഴമൊക്കെ ഒത്തിരി പാകമായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.